അന്ന് പരിഹാസവും അപമാനവും. ഇന്ന് ചീഫ് ഗസ്റ്റ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 പൂർത്തിയായിട്ട് ഒരു മാസം പിന്നിടുന്നു. പക്ഷേ സീസൺ വിജയിച്ച അനുമോൾക്കോ ടോപ്പ് 5-ൽ ഇടം പിടിച്ച മത്സരാർത്ഥികൾക്കോ ഇല്ലാത്ത അത്രത്തോളം തിരക്കാണ് രേണു സുധിക്ക്. 30 ദിവസമാണ് രേണു ബിഗ് ബോസ് ഹൗസിൽ ചിലവഴിച്ചത്. പരിഹസിച്ചവരുടെ മുന്നിൽ ലാലേട്ടനോടൊപ്പം വേദി പങ്കിട്ട് പകരം വീട്ടുക എന്നത് മാത്രമായിരുന്നു ബിഗ് ബോസ് അവസരം തേടിയെത്തിയപ്പോൾ രേണുവിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ആഗ്രഹിച്ചതെല്ലാം സാധിച്ച് അപമാനിച്ചവർക്ക് കൃത്യമായ മറുപടിയും നൽകിയാണ് രേണു തിരിച്ചിറങ്ങിയത്. ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷവും കേരളത്തിലും വിദേശത്തുമെല്ലാമായി പ്രമോഷൻ, ഉദ്ഘാടനങ്ങൾ എല്ലാമായി തിരക്കിലാണ് രേണു. ഒപ്പം അഭിനയത്തിലും സജീവമാണ്. ഇപ്പോഴിതാ വീണ്ടും രേണു ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് കാരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില വീഡിയോകളാണ്. ടോപ്പ് ബ്രാൻഡ് ജ്വല്ലറികളിലൊന്നായ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിന്റെ ഭാഗമായുള്ള ഡയമണ്ട് സെക്ഷൻ ഉദ്ഘാടനം ചെയ്യാനാണ് രേണു എത്തിയത്. ആദ്യമായാണ് ഇത്രത്തോളം വലിയൊരു ടോപ്പ് ബ്രാൻഡുമായി ചേർന്ന ഒരു പ്രമോഷൻ പരിപാടിയിൽ രേണു ഭാഗമാകുന്നത്. ബോച്ചയ്ക്കൊപ്പം 5 മാസം മുമ്പ് ഒരു ഫാഷൻ ഷോയിൽ രേണുവും ഷോ സ്റ്റോപ്പറായി എത്തുകയും റാംവാക്ക് നടത്തുകയും ചെയ്തിരുന്നു. അന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ സ്റ്റാറ്റസുമായി ചേർത്തും ബോഡി ഷെയിം ചെയ്തും നിരവധി കമന്റുകളും വീഡിയോകളും രേണുവിനെതിരെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അന്ന് പരിഹസിച്ചവരെ കൊണ്ട് പുതിയ വീഡിയോ കണ്ട് കൈയടിപ്പിക്കാൻ രേണുവിന് കഴിഞ്ഞു. തോൽക്കില്ലെന്ന് തീരുമാനിച്ചു തന്നെയാണ് താൻ ഇറങ്ങിയിരിക്കുന്നതെന്നും ആരെന്തു പറഞ്ഞാലും കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്നാണ് രേണു പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത്. അത് ഓരോ നിമിഷവും രേണു പ്രാവർത്തികമാക്കുന്നു. ഉദ്ഘാടനം മാത്രമല്ല, ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ എക്സ്ക്ലൂസീവ് കളക്ഷനും ഇട്ടുനോക്കി ആസ്വദിക്കാനും രേണുവിന് സാധിച്ചു. അക്കൂട്ടത്തിൽ 3 ലക്ഷം വിലയുള്ള ഒരു നെക്ലസ് ബോച്ചെ രേണുവിന് സമ്മാനിച്ചതായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അതിലെത്രത്തോളം വാസ്തവമുണ്ടെന്ന് വ്യക്തമല്ല. രേണുവോ ബോച്ചയോ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല.